വേഴ്സസ് ഗോക്കു. ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് വരുവാണെങ്കിൽ അതിൽ ആരായിരിക്കും ജയിക്കുക? വരൂ നമുക്ക് നോക്കാം. എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനെ മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളെ പോലെ ആനിമേ കാണുന്ന ചങ്ങകൾക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. എൻഡിയർ ഫിക്ഷനിലും വൺ ഓഫ് ദ മോസ്റ്റ് ലെജൻഡറി ക്രോസ് ഓവർ ബാറ്റിൽസിലൊന്നാണ് കാനോൻ വേഴ്സസ് കാക്കലോട്ട്. ആൻഡ് ഈ വീഡിയോയിലൊന്നും നിങ്ങൾക്ക് ഇവർ തമ്മിൽ ഈ ഒരു ഫൈറ്റിൽ ആരായിരിക്കും ജയിക്കാന്ന് കാണാൻ സാധിക്കും. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൂപ്പർമാനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ എർത്തിന്റെ യെല്ലോ സൺ കാരണം സൂപ്പർമാന് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത്, ലൈറ്റ് സ്പീഡ്, ഹീറ്റ് വിഷൻ, ഫ്രീസ് ബ്രത്ത്, നിയർ ഇൻവിൻസിബിൾ ഡ്യൂറബിലിറ്റി ആൻഡ് ഓഫ് കോഴ്സ് ഫ്ലൈറ്റും ഉണ്ട്. അതോടൊപ്പം സൂപ്പർമാന്റെ ഓരോ കോമിക് ബുക്ക് വേർഷൻ അനുസരിച്ച് ഇദ്ദേഹം ഈസിലി പ്ലാനറ്റ്സിനെ മൂവ് ചെയ്യുകയും ബ്ലാക്ക് ഹോൾസിനെ സർവൈവ് ചെയ്യുകയും ഈവൻ പല മൾട്ടിവേഴ്സൽ ലെവൽ ത്രെറ്റ്സിനെയും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയുള്ള സൂപ്പർമാൻ ഒന്നും ഇവിടെ പണ്ട് തന്നെ അത്രയും പവർഫുൾ ആയ ആനിമേ ലോകത്തിലെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടറായ ഗോക്കുവിനാണ് ഫൈറ്റ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ സൂപ്പർമാൻ ഒരു ക്രിപ്റ്റോണിയൻ എന്നതുപോലെ സൺ ഗോക്കുവും ഒരു സയനാണ്. ലൈക്ക് ഇവിടെ രണ്ടുപേരും ഏലിയൻ പ്ലാനറ്റ്സിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗോക്കു വന്ന് ഒരു സാധാ സയൻ എന്നതിലുപരി കണ്ടിന്യൂസ്ലി തന്റെ ലിമിറ്റ്സിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ഗോക്കു തന്റെ എതിരെയുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോമായ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റിൽ ഇവന്റെ എൻഡിയർ ബോഡിയും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള തോട്ടും ഇല്ലാതെ അറ്റാക്സ് ആൻഡ് ഹിറ്റിനെതിരെ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഗോക്കുവിന് വന്ന് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ, ഡിവാസ്റ്റിംഗ് ടെക്നിക്സ് ലൈക്ക് കമെഹാമെഹയും ഉണ്ട്. ആൻഡ് നമ്മുടെ ഗോക്കുവും ഗോഡ്സ് ആൻഡ് യൂണിവേഴ്സൽ ത്രെറ്റനിങ് എനിമീസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂപ്പർമാൻ ആൻഡ് ഗോക്കുവിനെ ഡയറക്ട്ലി കമ്പയർ ചെയ്താൽ രണ്ടുപേർക്കും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്പീഡാണുള്ളത്. ഇവിടെ ഗോക്കുവിന്റെ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ സൂപ്പർമാനെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പല കോമിക് ബുക്ക് വേർഷൻസിലും ലൈറ്റിനെക്കാട്ടിലും സ്പീഡിൽ ട്രാവൽ ചെയ്തായി കാണിച്ചിരിക്കും. സോ അതുകൊണ്ട് തന്നെ സ്പീഡിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഈക്വൽ ആണ്. നെക്സ്റ്റ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഗോക്കുവിന്റെ പഞ്ചസിന് യൂണിവേഴ്സിൽ തന്നെ ഷെയ്ക്കാൻ സാധിക്കും. ബട്ട് സൂപ്പർമാന്റെ കോമിക് ബുക്ക് വേർഷൻസ് അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഫീറ്റ്സ് എന്നത് വന്ന് പ്ലാനറ്ററി തൊട്ട് മൾട്ടിവേഴ്സൽ ലെവലാണ്. ആൻഡ് ഇക്കാരണം കൊണ്ട് തന്നെ സൂപ്പർമാന്റെ സ്ട്രോങ്സ്റ്റ് വേർഷനെയാണ് അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് ഗോക്കുവായിട്ട് കമ്പയർ ചെയ്താൽ സ്ട്രെങ്ത്തിൽ സൂപ്പർമാൻ ആണ് സ്ലൈറ്റർ ആയിട്ടുള്ള അപ്രായിട്ടുള്ളത്. ഇനി ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ സൂപ്പർമാൻ ആണെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കുറെ അധികം ഡാമേജിനെ ഏറ്റുവാങ്ങുകയും സർവൈവും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗോക്കു ആണെങ്കിലും ഇൻക്രെഡിബിളി ഡ്യൂറബിൾ ആണ്. ബട്ട് ഫൈറ്റിൽ ഇവന്റെ ഫോക്കസ് നഷ്ടമായാൽ ഗോക്കു സ്റ്റിൽ ഇൻജോർഡ് ആവുന്നതായിരിക്കും. ആൻഡ് ഇനി എബിലിറ്റീസിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഗോക്കുവിന് മാർഷൽ ആർട്സ് മാസ്റ്ററി, കീ ടെക്നിക്സ്, ട്രാൻസ്ഫോർമേഷൻസ്, അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ സൂപ്പർമാൻ ആണെങ്കിൽ ഹീറ്റ് വിഷൻ, ഫ്രീസ് ബ്രത്ത്, എക്സ്റേ വിഷൻ, സൂപ്പർ സെൻസ് ആൻഡ് സോളാർ പവർഡ് ഹീലിംഗ് ഒക്കെയാണ് ഉള്ളത്. ബട്ട് എന്നിരുന്നാലും കോമ്പാക്റ്റിൽ ഏറ്റവും വെർസറ്റൈൽ ആയിട്ടുള്ളത് നമ്മുടെ സൺ ഗോക്കു ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി സൂപ്പർമാൻ ആൻഡ് ഗോക്കു ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ഗോക്കു തന്റെ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റിലേക്ക് ട്രാൻസ്ഫോം ആകുമ്പോൾ എർത്ത് ഷേക്ക് ആകുവാൻ തുടങ്ങും. ആൻഡ് സൂപ്പർമാൻ ആണെങ്കിൽ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് ഗോക്കുവിന് നേരെ അൺബിലീവബിൾ ആയിട്ടുള്ള സ്പീഡിൽ പറന്നു വരും. ഇവിടെ ഇരുവരും അവരുടെ ഫസ്റ്റ് പഞ്ചിനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ പഞ്ചസ് കൊളൈഡ് ചെയ്തതും അതിന്റെ ഷോക്ക് വേവ് കാരണം മൗണ്ടെയിൻസ് വരെ ഡിസപ്പിയർ ആകും. ഇവിടെ ഗോക്കു തന്റെ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് സൂപ്പർമാന്റെ പിന്നിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് വരികയും തന്റെ പോയിന്റ് ബ്ലാങ്ക് കമെഹാമെഹയെ അൺലീഷ് ചെയ്യും. ആൻഡ് അതിന് സൂപ്പർമാൻ ആണെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റിനെ ഏറ്റുവാങ്ങി സർവൈവ് ചെയ്യും. എന്നിട്ട് ഗോക്കുവിനെ തന്റെ ഡിവാസ്റ്റിംഗ് ആയിട്ടുള്ള പഞ്ചസ് കൊണ്ട് കൗണ്ടർ ചെയ്യുകയും ഹീറ്റ് വിഷൻ ഉപയോഗിക്കും. സോ അങ്ങനെ ഇവരുടെ ഈ ബാറ്റിൽ ഭൂമിയിൽ തുടങ്ങി ഇപ്പോൾ സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെ ഈ സ്പേസിലെത്തിയവർ ഇപ്പോഴും ഈക്വലി തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ സൂപ്പർമാൻ ആയാലും ഗോക്കു ആയാലും രണ്ടുപേരും അവരുടെ ലിമിറ്റ്സിനപ്പുറം കടന്നുകൊണ്ട് ടെറിഫൈങ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് സിംപ്ലി ഈ ഒരു ഫൈറ്റ് എന്നത് വന്ന് കുറെ നാളുകൾ വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് അപ്പോഴും നമുക്ക് ക്ലിയർ ആൻഡ് കട്ട് ആയിട്ടുള്ള ഒരു വിന്നർ ലഭിക്കില്ല. ബട്ട് സ്റ്റിൽ സൂപ്പർമാന്റെ ഡിഫറന്റ് കോമിക് ബുക്ക് വേർഷൻസിനെ കണക്കിലെടുത്ത് ഈ ഒരു ഫൈറ്റിനെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ട്രോങ്സ്റ്റ് വേർഷൻസിന് വന്ന് മോസ്റ്റ് പ്രോബബ്ലി ഗോക്കുവിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും സ്ട്രോങ്സ്റ്റ് ഫോംസ് തമ്മിലാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ സൂപ്പർമാന്റെ സ്ട്രോങ്സ്റ്റ് വേർഷൻ ആയിരിക്കും ജയിക്കുക. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ സൂപ്പർമാന്റെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് വേർഷൻ ആയ കോസ്മിക് ആർമർ സൂപ്പർമാനും അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് ഗോക്കുവാണ് നോക്കാൻ പോകുന്നത്.